നമസ്കാരം. നമ്മളിന്ന് യുദ്ധത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് പരിശോധിക്കുകയും അത് കേരളത്തിലെ ജനങ്ങളെ എങ്ങനെയായിരിക്കും തുടർന്ന് ബാധിക്കുക എന്ന അന്വേഷണമാണ് ഈ വീഡിയോയിലൂടെ നടത്താൻ ആഗ്രഹിക്കുന്നത്. എനിക്കൊപ്പം നോവലിസ്റ്റും അതുപോലെ സാമൂഹ്യ പ്രവർത്തനമായിട്ടുള്ള ഹരിയുണ്ട്. ഹരി, നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ നമ്മളുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ യുദ്ധം ഒരുപക്ഷെ തീർന്നേക്കും എന്ന ഒരു സങ്കല്പത്തിൽ എത്തി നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ. കാരണം യുദ്ധത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് വലിയ കെടുതികൾ ഉണ്ടായിക്കഴിഞ്ഞു. നേരത്തെയൊക്കെ നമ്മളങ്ങനെയല്ല വിചാരിച്ചിരുന്നത്. യുദ്ധം നടക്കുന്നത് നമ്മളുടെ രാജ്യത്തു നിന്ന് വളരെ വളരെ അകലെയാണ്. അതുകൊണ്ട് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമില്ല. നമ്മളൊരു പൗരനും ശാരീരികമായിട്ട് എന്തെങ്കിലും തരത്തിൽ പരിക്കുണ്ടാവുകയോ മറ്റും സംഭവിക്കില്ല എന്ന് നമ്മൾ കരുതിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മളുടെ ആകാംക്ഷ എന്ന് പറയുന്നത് നമ്മളുടെ പ്രവാസി സഹോദരന്മാരെക്കുറിച്ചായിരുന്നു. അവർ ഈ ഗൾഫ് മേഖലയിലാകമാനം തന്നെ നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ആ നമ്മുടെ ആകാംക്ഷയും പ്രതീക്ഷകളും അല്ലെങ്കിൽ പ്രശ്നങ്ങളുമല്ല രൂക്ഷമായി വന്നിരിക്കുന്നത്. പകരം നമ്മളുടെ നിത്യജീവിതം തന്നെ തടസ്സപ്പെടുന്ന തരത്തിൽ കാര്യങ്ങൾ മാറുകയാണ് ചെയ്യുന്നത്. നമ്മുടെ അടുക്കളകൾ പലതും പൂട്ടുന്ന അവസ്ഥയിലായി. അടുക്കള പൂട്ടി എന്ന വാർത്ത വന്നിട്ടില്ലെങ്കിലും ചായക്കടകൾ പലയിടത്തും പൂട്ടി എന്നുള്ളതായിരുന്നു നമുക്കറിയാം. നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് മറ്റ് സംസ്ഥാനത്തേക്ക് പഠിക്കാൻ പോയിരുന്ന പല കുട്ടികളും പഠിത്തം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം അവർ താമസിച്ചിരുന്ന ഹോസ്റ്റലുകളൊക്കെ അടയ്ക്കേണ്ടി വന്നു. ഭക്ഷണക്ഷാമമാണ്. ഭക്ഷണക്ഷാമത്തിൻ്റെ കാരണം ഗ്യാസുമാണ്. അപ്പോൾ പാചകവാതകം കിട്ടാത്തൊരവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ പ്രീമിയം പെട്രോളിൻ്റെയൊക്കെ വില വർദ്ധിച്ചു കഴിഞ്ഞു. കുറേ ദിവസം കഴിയുന്ന സമയത്ത് ഇനിയും വില വർധന നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ പെട്രോൾ ഡീസൽ വില വർധന എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറിത്തീരുന്നുള്ളൊരു തർക്കമില്ല. അതിലേക്കാണ് കാര്യങ്ങൾ പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ യുദ്ധം? ആർക്കു വേണ്ടിയാണ് യുദ്ധം? ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇത് അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള യുദ്ധമാണ്. അമേരിക്കയുടെ യുദ്ധം നടത്തുന്നത് പല സ്ഥലങ്ങളിലും യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വിയറ്റ്നാം യുദ്ധം എന്നാണ് നമ്മൾ വിശേഷിക്കുന്നത്. വിയറ്റ്നാം യുദ്ധം എന്ന് അതിനെ വിളിക്കാൻ പാടില്ലാത്തതാണ്. വിയറ്റ്നാമിൽ അമേരിക്ക നടത്തിയ അധിനിവേശത്തിൻ്റെ ഫലമായിട്ട് സംഭവിച്ച ദുരന്തമാണ്. അമേരിക്കൻ യുദ്ധമാണ് ശരിക്കത്. ഇറാഖ് യുദ്ധം, ഇറാഖുകാർ അതിനകത്ത് അവരതിൻ്റെ ഇരകളാണ്. അവിടെയും അക്രമം നടത്തിയത് അമേരിക്കയാണ്. അപ്പോൾ എന്നിട്ട് നമ്മളത് എന്തു പറയും? ഇറാഖ് യുദ്ധം എന്ന് പറയും. ഇപ്പോൾ ഇറാൻ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇറാൻ യുദ്ധമല്ല, അമേരിക്ക ഇറാനിൽ അധിനിവേശം നടത്തുന്നു, അക്രമം നടത്തുന്നു എന്നുള്ളത്. ഇപ്പോൾ ലോകത്തിൻ്റെ പലയിടത്തും ഇത്തരത്തിലുള്ള അക്രമം നടത്താൻ അമേരിക്ക തയ്യാറാവുന്നത് അവർക്കുള്ള ഒരു അധികാര ആർത്തി കൊണ്ടും അതേപോലെ തന്നെ എണ്ണയോടുള്ള അവരുടെ ഒരു വലിയ ആഭിമുഖ്യം കൊണ്ട് ലോകത്തുള്ള മുഴുവൻ എണ്ണ കൊള്ളയടിക്കണം എന്നുള്ളതാണ് അമേരിക്കയുടെ ആഗ്രഹം. ആ ആഗ്രഹം കൊണ്ടാണ് ഇപ്പോൾ ഇറാനെ അടിച്ചില്ലാതാക്കി. കാരണമൊക്കെ പറയും അവിടെ അണ്വായുധം ഉണ്ടെങ്കിൽ ട്രംപിന് എന്താണ്? അണ്വായുധമുള്ള എത്രയോ രാഷ്ട്രങ്ങൾ ഈ ലോകത്തുണ്ട്. അവരെയൊക്കെ ആക്രമിക്കാൻ നടക്കണം അല്ല. അപ്പോൾ അണ്വായുധമുണ്ട് എന്ന് പറഞ്ഞ് ആക്രമിക്കാൻ ഒരു കാരണം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ വടക്കേ ഇന്ത്യയിലൊക്കെ പലയിടത്തും പശിയിറച്ചി വീട്ടിൽ സൂക്ഷിച്ചെന്ന് പറഞ്ഞ് ആളുകൾ തല്ലിക്കൊല്ലുന്ന പ്രക്രിയയുണ്ട്. അതുപോലത്തെ ഒരു സംഭവമാണ് ഇത്. ഇച്ചിരി ലാർജർ സ്കെയിലാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ യുദ്ധം വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ വളർന്ന് വലുതായി അത് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ തകരാറിലാക്കുന്ന സ്ഥിതിയിലെത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി എന്തായിരിക്കും ഈ യുദ്ധത്തിൻ്റെ ഒരു സ്ഥിതി? അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ഇക്കാര്യത്തിലുള്ള താല്പര്യവും അവർ ഇതിൽ നിന്ന് പിന്മാറാനായിട്ട് തയ്യാറാവുമോ എന്ന ചോദ്യമാണ് ഹരിയോട് ചോദിക്കുന്നത്. ഇല്ല, യുദ്ധത്തിൻ്റെ ഇത് ഈ കേവലമായിട്ടുള്ള ഈ എണ്ണയുടെ ഇത് മാത്രമല്ല ഇതിനകത്ത് വരുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഏറ്റവും വലിയ ഇത് ആയുധങ്ങളുടെ വിൽപ്പനയും അതിൻ്റെ ബിസിനസ്സുമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ എല്ലായിടത്തും ഇത്തരത്തിലുള്ള കലാപങ്ങളില്ലാത്ത സമാധാനപരമായ അന്തരീക്ഷമാണെങ്കിൽ ആ അന്തരീക്ഷം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആയുധം ചിലവില്ലാതിരിക്കും. അപ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടാക്കുക എന്നുള്ളതും അവരുടെ ആയുധം വിറ്റഴിക്കുക എന്നുള്ളതും ഒരു അജണ്ടയാണ് അവരുടെ. അല്ലാതെ എണ്ണ മാത്രമല്ല, എണ്ണ രണ്ടാമത്തേത്. എല്ലാ തരത്തിലും സാമ്പത്തികമായിട്ടുള്ളൊരു അതിൻ്റെ ഒരു ഏറ്റവും ഉന്നതിയിൽ നിൽക്കേണ്ട ഒരു ഇത് അമേരിക്ക തന്നെ ആയിരിക്കണം എന്നുള്ള അവരുടെ സ്ഥാപിത താല്പര്യം. ഇതിനകത്ത് ഇത് ചെയ്യുമ്പോൾ ഇരട്ട ഗുണങ്ങളാണ് അവർ അതിലൂടെ ആർജിക്കുന്നത്. ഒന്ന്, അവരുടെ ആയുധങ്ങൾ വിൽപ്പന ശരിക്കും ഇതായിട്ട് വരുന്നു.
രണ്ടാമത് ഈ എണ്ണ ഇതിൽ കൂടി അവരുടെ സമ്പദ് വ്യവസ്ഥ കൂടുതൽ ഇതാവുന്നു. വെനിസ്വേലയുടെ ഇതിനകത്തും അവരെ ആക്രമിച്ചതിൻ്റെ കാര്യം ഈ എണ്ണയുടെ ഇത് തന്നെ. ഇതിനൊക്കെ മേനി പറയുന്നത് വലിയ ജനാധിപത്യം. ഇത് അഫ്ഗാനിസ്ഥാനെ നേരത്തെ ആക്രമിച്ചപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ മറ്റേ ജനാധിപത്യ ഇത് പണ്ടത്തെ കലാലയങ്ങളിൽ വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി നടന്നിരുന്ന യുവതികളുടെ വിദ്യാഭ്യാസം, അങ്ങനെ മനോഹരമായിട്ടുള്ള ഇതൊക്കെ ഇത് ചെയ്യാനായിട്ട് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് അമേരിക്ക ആ തരത്തിലൊരു ഇത് ചെയ്തത് അഫ്ഗാനിസ്ഥാനിൽ. അവസാനം അഫ്ഗാനിസ്ഥാനിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ യാഥാസ്ഥിതികമായിട്ടുള്ള ഒരു കാടൻ രീതിയിലുള്ള ഭരണകൂടം അത് ശരിയാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ഇറാനിലേക്ക് അവർ അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ച സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇറാൻ ജനത അവിടുത്തെ മത അല്ലെങ്കിൽ ജാതി സംവിധാനം അല്ലെങ്കിൽ മതരാഷ്ട്രം ഭീകരമായിട്ടുള്ള രീതിയിൽ അടിച്ചമർത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ അങ്ങോട്ട് ഇരച്ചു കയറാനായിട്ട് ആഗ്രഹിച്ചത്. ഖമേനി കൊണ്ടുവന്നിട്ടുള്ള ഈ മതരാഷ്ട്രം എന്ന് പറയുന്നത് സാധാരണ പൗരന്മാർക്ക് ആവശ്യമായിട്ടുള്ള യാതൊരു സ്വാതന്ത്ര്യവും നൽകുന്നില്ല. അതുകൊണ്ട് അവർ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു. അവരവിടെ പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങളിൽ ഏർപ്പെടുന്നു. ആ പ്രക്ഷോഭകാരികളെ സഹായിക്കാനും അവരെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞങ്ങൾ ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടി ചെയ്യുന്നവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ സംഭവം എന്താണെന്ന് നമുക്കറിയാം. ജനാധിപത്യ സംരക്ഷണം അമേരിക്കയുടെ അജണ്ടയിലില്ല. ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനമാണ് നടത്തുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നടത്തിയത് അത് തന്നെയാണ്. നമുക്ക് വെനിസ്വേലയിൽ ഉറങ്ങിക്കിടുന്നതിനായിട്ടുള്ള പ്രസിഡന്റിൻ്റെയും ഭാര്യയെയും കട്ടിലടക്കമാണ് മോഷ്ടിച്ചിട്ട് പോയത്. എണ്ണ തട്ടിയെടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അപ്പോൾ ശരിയാണ് നേരത്തെ ഹരി പറഞ്ഞ രണ്ട് കാര്യം. ഒന്ന്, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ലാഭം എന്ന് പറയുന്നത് ആയുധ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന ലാഭമാണ്. രണ്ടാമതാണ് ലോകത്തുള്ള മുഴുവൻ എണ്ണയും അമേരിക്കയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും അമേരിക്ക തന്നെ ആ എണ്ണയുടെ വില മാർക്കറ്റിൽ എത്രയാണ് എന്ന് നിശ്ചയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ പല സ്ഥലങ്ങളിലും യുദ്ധം അഴിച്ചുവിടുന്നത്. പക്ഷേ അങ്ങനെ യുദ്ധം അഴിച്ചുവിടുന്ന സമയത്ത് സംഭവിക്കുന്നതാണ് സാധാരണക്കാരായിട്ടുള്ള 10,000-കണക്കിന് മനുഷ്യരുടെ ജീവിതം തരിപ്പണമാവുകയാണ്. ഇപ്പം തന്നെ ഇറാനിൽ ഏതാണ്ട് 2000-ഓളം പേര് യുദ്ധവുമായി ബന്ധപ്പെട്ട് തന്നെ മരിച്ചു കഴിഞ്ഞു. അമേരിക്കയിലെ ചില പൗരന്മാർ മരിച്ചു, ഇസ്രയേലിലെ ചില ആളുകൾ മരിച്ചു, പാകിസ്ഥാനിൽ മരിച്ചു, ഇന്ത്യക്കാരായ ചില ആളുകൾ മരിച്ചു. ലോകത്ത് പലയിടങ്ങളിലുമുള്ള ആളുകൾ ഗൾഫ് കേന്ദ്രീകൃതമായിട്ടുള്ള മേഖലയിൽ ജോലി ചെയ്യുന്നവരൊക്കെ മരണത്തെ മുഖാമുഖം കണ്ട് ജീവിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അവിടെ ഇറാനിലൊരു സ്കൂൾ ആക്രമിച്ച് നിരവധി കുട്ടികളെ കൊന്നു. ഇതൊക്കെ ആരായി? ട്രംപ്, അമേരിക്ക നടത്തുന്ന അതിനീചമായിട്ടുള്ള പ്രവർത്തനമാണ്. പക്ഷേ അതിനെതിരെ നിൽക്കുന്നതിന് ലോകശക്തികൾ ഇപ്പോൾ തയ്യാറല്ല. നമുക്ക് നേരത്തെ ഒരു ലോകം ഉണ്ടായിരുന്നു. എന്താണ്? ഒരു ബൈപ്പോളാർ വേൾഡ് എന്ന് പറയുന്നത്. സോവിയറ്റ് നേതൃത്വത്തിലുള്ള ഒരു സംഘവും അമേരിക്ക നേതൃത്വത്തിലുള്ള സംഘവും. അന്ന് എല്ലാ കാര്യങ്ങൾക്കും ചോദിക്കാൻ ആളുണ്ടായിരുന്നതാണ്. ബൈപ്പോളാർ വേൾഡ് തകർന്നതോടെ സോവിയറ്റ് യൂണിയൻ തകർച്ചയോടെയാണ് അത് തകർന്നത്. പിന്നീട് ചോദിക്കാൻ ആരുമില്ല. ലോകത്തിൻ്റെ ഏകഛത്രാധിപതികളെന്ന അമേരിക്ക. ഈ അധികാര അധിനിവേശമാണ് യഥാർത്ഥത്തിൽ ഇത്തരം യുദ്ധങ്ങളുടെ അടിത്തറ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് വേറൊരു കാര്യം ചിന്തിക്കേണ്ടതും അത് സത്വര നടപടികളിലേക്ക് ആഗോള ജനസമൂഹം തന്നെ മുന്നിട്ടിറങ്ങേണ്ടതുമായിട്ടുള്ളൊരു ആവശ്യം വന്നിരിക്കുന്ന ഒരിതാണ്. നേരത്തെ യുദ്ധവിരുദ്ധ പ്രസ്ഥാനങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വളരെ സജീവമായിരുന്നു. അവരുടെ യുദ്ധവിരുദ്ധ സമാധാന അന്തരീക്ഷം ഇത് ചെയ്യുന്നതിനുള്ള പ്രചരണവും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് വളരെ മുന്നോട്ട് പോയ പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു. ഈ കുറേ കാലങ്ങളായിട്ട്, അതായത് സോവിയറ്റ് യൂണിയൻ്റെയൊക്കെ തകർച്ചയ്ക്ക് ശേഷം അങ്ങനെ ഒരു പ്രസ്ഥാനങ്ങളുടെ മൂവ്മെൻ്റ് അതൊന്നുമില്ല. ആളുകൾക്കറിയില്ല ഈ വേറെ രാഷ്ട്രങ്ങളിൽ യുദ്ധം നടന്നു കഴിഞ്ഞാൽ, ഏതൊരു സ്ഥലത്ത് യുദ്ധം നടന്നാലും മറ്റ് രാഷ്ട്രങ്ങൾ, എല്ലാ രാഷ്ട്രങ്ങളും പരസ്പരം ആശ്രയിച്ചും എല്ലാ സമ്പദ് വ്യവസ്ഥകളും പരസ്പരം സഹകരിച്ചുമാണ് മുന്നോട്ട് പോകുന്നത്. അതൊരു ചരിത്ര സത്യം തന്നെയാണ്. പക്ഷേ അതിനെക്കുറിച്ചൊന്നും ആളുകൾ ബോധവാന്മാരാകുന്നില്ല. ഇപ്പോൾ നേരത്തെ പിയേഴ്സൺ സംസാരിച്ചതുപോലെ നമ്മുടെ അടുക്കളകളിലേക്ക് അത് ബാധിച്ചപ്പോഴാണ് യുദ്ധത്തിന് ഇങ്ങനെയൊക്കെ ഉള്ളൊരു ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് ജനത ബോധവാന്മാരാകുന്നത്. അതങ്ങനെ പാടില്ല. നമ്മളെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു ചെറിയ രീതിയിലുള്ളൊരു അവബോധം പൊതുജന സമൂഹത്തിന് ഉണ്ടാകേണ്ടതാണ് എല്ലാ രാഷ്ട്രങ്ങളിലെയും. അല്ല, ശരിയാണ്. അതിപ്പോൾ നമ്മൾ ഈ യുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞാൽ യുദ്ധവിരുദ്ധ പ്രസ്ഥാനം ഒരു കാലത്ത് വളരെ ശക്തമായിരുന്നു. പ്രത്യേകിച്ച് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് അന്ന് അതിശക്തമായിട്ട് അതിൻ്റെ നേതൃനിരയിലേക്ക് ലോകത്തെ പ്രഗത്ഭരായിട്ടുള്ള പ്രതിഭാശാലികൾ വന്നിരുന്നു. ഒന്ന് നമുക്ക് ബെർട്രാൻഡ് റസ്സലിൻ്റെ കാര്യം തന്നെ എടുക്കാം. ബെർട്രാൻഡ് റസ്സൽ ബ്രിട്ടീഷുകാരനാണ്. ബ്രിട്ടനിൽ വലിയ തരത്തിലുള്ള യുദ്ധവിരുദ്ധ റാലി നടത്താനും പ്രസ്ഥാനം നിർമ്മിക്കാനും അദ്ദേഹം ശ്രമിച്ചു. അതിൻ്റെ ഫലം എന്തായിരുന്നു? ബ്രിട്ടീഷ് ഗവൺമെൻറ്
റസലിനെയും കൂട്ടരെയൊക്കെ പിടിച്ച് ജയിലിലടക്കണേത്. ഇവരൊക്കെ രാജ്യദ്രോഹികളാണ് എന്ന് മുദ്രയടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെയും യുദ്ധവിരുദ്ധ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രങ്ങളിലും സംഭവിക്കുന്ന യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാഷ്ട്രങ്ങളിൽ സംഭവിക്കുന്ന കാര്യം യുദ്ധവിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരെ രാജ്യദ്രോഹികളെന്ന് പറഞ്ഞ് മുദ്രയടിക്കും. നമ്മളിപ്പോൾ നേരിട്ട് യുദ്ധത്തിലില്ലാത്തതിൻ്റെ പേരിൽ ഇവിടെ യുദ്ധവിരുദ്ധ പ്രസ്ഥാനവും അതേപോലെ തന്നെ ഘോഷയാത്രകളും യുദ്ധം വേണ്ട സമാധാനം തരൂ എന്നൊക്കെ പറഞ്ഞ ആളുകൾ തെരുവിലിറങ്ങിയാൽ അതിന് വലിയ അപകടം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ യുദ്ധത്തിൽപ്പെട്ടിരിക്കുന്ന സമയത്ത്, നമ്മളുടെ രാജ്യം യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അത്തരത്തിലുള്ള പ്രതിഷേധമൊക്കെ ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പ്രതിഷേധത്തിന് മുന്നിൽ നിൽക്കുന്ന ആളുകൾ മുഴുവൻ രാജ്യദ്രോഹികളായി മുദ്രയടിക്കുകയും അവരെ ജയിലിലടക്കുകയും ഉള്ള സാധ്യതയുണ്ട്. ഇത് ഇറാനിലുണ്ട്, ശരിക്കും അമേരിക്കയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അമേരിക്ക എങ്കിലും സ്വാതന്ത്ര്യമുള്ളതിൻ്റെ പേരിൽ ചിലപ്പോഴൊക്കെ അവർ എന്തിനാണ് യുദ്ധം എന്നവർ ചോദിക്കാറുണ്ട്. അമേരിക്കക്കാർക്കുണ്ട് എന്നാണ് ഇതിൻ്റെ ഗുണം. അമേരിക്കക്കാർക്ക് ഇതിൻ്റെ ഒരു ഗുണമില്ല എന്ന് ഇപ്പോൾ അവർ തിരിച്ചറിയുകയും അത് കൂടുതൽ ദ്രോഹമാണ് അമേരിക്കയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കണമെന്നും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് അമേരിക്കയിൽ ഈ അടുത്തെങ്ങാനും യുദ്ധവിരുദ്ധ റാലികൾ ഉണ്ടായാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അമേരിക്കയിൽ ട്രംപിൻ്റെ പല ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഇതിനെയും എതിരായിട്ടുള്ള ജനകീയ അഭിപ്രായങ്ങൾ ഒരുപാട് ഇത് ചെയ്യുകയും അതിൻ്റെ പ്രതിഫലനങ്ങൾ അവിടുത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ വന്നു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അത് വളരെയധികം ശുഭോദർക്കമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ല, എനിക്കിങ്ങനെ തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ലോകത്തിൻ്റെ ഒരു വലിയ ആവശ്യം എന്ന് പറയുന്നത് യുദ്ധം എങ്ങനെയാലും അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഇസ്രയേൽ ജയിച്ചോ, അമേരിക്ക ജയിച്ചോ, ഇറാൻ ജയിച്ചോ എന്നുള്ളത് ഇന്ത്യക്കാരുടെ പ്രശ്നമല്ല. ഇന്ത്യക്കാർക്ക് എണ്ണ കിട്ടണം, ഇന്ത്യക്കാർക്ക് പാചകവാതം കിട്ടണം, അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് പുറത്തുപോയി ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് സുരക്ഷിതമായിട്ടുള്ള ജീവിക്കാനുള്ള അന്തരീക്ഷം കിട്ടണം. ഇതിന് എന്താണ് ആവശ്യം എന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ: യുദ്ധം വേണ്ട, യുദ്ധം ഉടനെ അവസാനിപ്പിക്കുക എന്നത് മാത്രമാണ്.